ലക്കി ഭാസ്കർ എന്ന സിനിമയ്ക്ക് ശേഷം വെങ്കി അല്ലൂരി ഒരുക്കുന്ന സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. സൂര്യനായകനായി എത്തുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ബേബി ഹെയർ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സൂര്യയായിരുന്നു ഫസ്റ്റ് ലുക്കിൽ ഉണ്ടായിരുന്നത്. ഇതിനു പിന്നാലെ പൃഥ്വിരാജ് ചിത്രമായ കങ്കാരുവിന്റെ റീമേക്കാണ് സൂര്യ ചിത്രം എന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ഇപ്പോഴത്തെ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് പുറത്തു വന്നത്. കങ്കാരു സിനിമയിൽ പൃഥ്വിരാജിന് സമാന രീതിയിൽ കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. കങ്കാരുവിൻ്റെ പോസ്റ്ററും ആ ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ചിത്രത്തിൻ്റെ പേരിന് പിന്നാലെ പ്രചോദനം അതായിരുന്നു. എന്നാൽ 2 ചിത്രങ്ങൾക്കുമിടയിൽ സാമ്യം ആ പോസ്റ്ററിൽ മാത്രമേ എന്നുള്ളതാണെന്ന് റിപ്പോർട്ടുകൾ. സൂര്യ ചിത്രത്തിന് കങ്കാരുമായി ബന്ധമൊന്നുമില്ലെന്ന് തെലുങ്ക് മാധ്യമമായ 123 തെലുങ്കാന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ സ്ട്രീമിംഗ് അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 85 കോടിക്കാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നെറ്റ്ഫ്ലിക്സ് ഈ ചിത്രം വാങ്ങിയത്. ഈ ചിത്രത്തിനായി സൂര്യയുടെ പ്രതിഫലം 50 കോടിയായിരിക്കും എന്നാണ് OTT പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുമില്ല. മമിത ബൈജുവാണ് സിനിമയിൽ സൂര്യയുടെ നായികയായി എത്തുന്നത്. സിനിമയിൽ രാധിക ശരത്കുമാർ, രവീന ടണ്ടൻ എന്നിവരും സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. സൂര്യ വെങ്കി അല്ലൂരി ചിത്രം ഒരു ഫാമിലി എന്റർടൈനർ ആണ്. ഈ സിനിമ നന്നായി വരട്ടെ. അല്ലു അർജുൻ ചിത്രം അലൈവൈകുണ്ഠപുരത്തെ പോലുള്ള ഒരു സിനിമയാകും എന്നാണ് ഇതിനെക്കുറിച്ച് സംഗീത സംവിധായകൻ GV പ്രകാശ് കുമാർ പറഞ്ഞത്. അതേസമയം ജിത്തു മാധവൻ ഒരുക്കുന്ന സിനിമയിലാണ് ഇപ്പോൾ സൂര്യ അഭിനയിക്കുന്നത്.